ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയുണ്ട്, തൊട്ടടുത്ത് തന്നെ ഓട്ടോക്കാരനുമായിട്ട് മുട്ടിഞ്ഞ വഴക്കായിട്ട് നമ്മുടെ ചന്ദ്ര നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞപ്പോഴേക്കും അവിടം വരെ 250 രൂപയാണ് കൂലി പറഞ്ഞത്. ചന്ദ്ര സമ്മതിക്കില്ല. ചന്ദ്ര പറഞ്ഞു 250 തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു നഷ്ടക്കളിയാണോ, എനിക്ക് പറ്റില്ല 250 ഒന്നും തരാൻ. കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ, ഒരു 100 രൂപയ്ക്ക് തനിക്ക് എന്നെ കൊണ്ടുവിടാൻ പറ്റുമോ അവിടെ? എങ്കിൽ താൻ കൊണ്ടുവിട്, അല്ലാതെ തൻ്റെ ഓട്ടോയിൽ കയറുന്ന കാര്യമില്ല. ഞാൻ കയറാൻ തൻ്റെ ഓട്ടോയിൽ, എന്നെ 100 രൂപയ്ക്ക് അവിടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോക്കാരനുമായിട്ട് മുടിഞ്ഞ വഴക്ക്. ഓട്ടോക്കാർ സമ്മതിക്കുമോ? നമ്മുടെ ചന്ദ്രനെ പോലെ ഉള്ളവർ കുറേ പേരൊക്കെ കാണും. അവർക്കാണെങ്കിലും ജീവിക്കാൻ വേണ്ടിയാണ് അവരും വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ലാഭം കിട്ടാത്ത രീതിയിൽ ഒരിക്കലും അവർ നമ്മളെങ്ങും കൊണ്ടാക്കില്ല, അത് വേറെ കാര്യം. അങ്ങനെ ചന്ദ്ര ചുമ്മാ അവിടെ കിടന്ന് അടിയും പടയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ശ്രുതി ഇത് കണ്ടത്. ശ്രുതി പെട്ടെന്ന് ചെന്നിട്ട് എന്താ മേഡം പറ്റിയതെന്ന് ചോദിക്കുമ്പം ഇയാൾ പറയുന്നത് കേട്ടോ, ഞാൻ അവിടെ ജവഹർ നഗർ വരെ പോകുന്നതിന് 250 രൂപ ഓട്ടോ കൂലി ഇയാൾക്ക് കൊടുക്കണമെന്ന്. ഇത്രയ്ക്ക് വലിയ കൂലി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണത്. അതെ, ഞാൻ സ്ഥിരമായിട്ട് ഓട്ടോ വിളിച്ചൊക്കെ അവിടെ പോകുന്നതാ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നെ കൊണ്ടുവിടുന്നതായിരുന്നു. ഇപ്പം ഇയാൾ എന്നോട് പറയാ അത് പറ്റില്ല, 250 രൂപ കൊടുക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ മേഡത്തിന് ജവഹർ നഗർ അവിടെയല്ലേ പോകേണ്ടത്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും അങ്ങോട്ടേക്കാ, വേണമെങ്കിൽ എൻ്റെ വണ്ടിയിൽ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒന്നും മടിച്ചു കേട്ടോ. ആദ്യം ചന്ദ്ര മടിച്ചപ്പോഴത്തേക്കും, അതെ ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഞാൻ മേഡത്തിന് ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല, ഞാൻ അവിടം വരെയാണ് പോകുന്നത്, വേണമെങ്കിൽ ഒരു സഹായമായിട്ട് ഞാൻ കൊണ്ടുവിടാമെന്നാണ് പറഞ്ഞത്. ഈ ഓട്ടോക്കാരന് കൊടുക്കണ പൈസ, ആ പൈസ മേഡത്തിൻ്റെ പേഴ്സിൽ തന്നെ ഇരുന്നോളും. അപ്പം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ തമ്മിൽ വഴക്കടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മേഡം വാ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മേഡം കയറ് എന്ന് പറഞ്ഞു. ഏതായാലും ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ ശ്രുതിനെ ഇഷ്ടപ്പെട്ടു. ആർക്ക്? നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും ചന്ദ്ര ആ ഒരു വണ്ടിയുടെ പുറകെ കയറി. അങ്ങനെ പുറകെ കയറി ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിച്ചപ്പം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ഞാനിങ്ങനെ ഓരോ വർക്കുകൾ വീടുകളിലൊക്കെ പോയി ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് മാം, ഞാൻ അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് മാം അവിടെ നിന്ന് ആ ഒരു ആളുമായിട്ട് വഴക്ക് കൂടുന്ന കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മാമിൻ്റെ അടുത്തേക്ക് വന്നതൊക്കെ എന്ന് പറഞ്ഞപ്പം, എന്ത് ചെയ്യാനാ മോളെ, ഓരോ ദിവസം കൂടുന്തോറും ഓട്ടോ കൂലി, ബസ് കൂലി, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വില എന്തൊക്കെയാ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, സാധാരണക്കാർക്ക് ഇപ്പം ജീവിക്കാൻ പറ്റത്തില്ലാത്ത കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഈ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമൊന്നും വേണ്ട. പക്ഷേ ഹൈ ക്ലാസ് ആണെങ്കിലും ലോ ക്ലാസ് ആണെങ്കിലും ന്യായം, അത് ന്യായം തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംസാരമൊക്കെ സംസാരിക്കുകയാണ്. വലിയ ആരാണ്ടാന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ചന്ദ്ര സംസാരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ശ്രുതിയും സംസാരിക്കുന്നത്. രണ്ടുപേരും ചേരും, അത് വേറെ കാര്യം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ചേരും. അത് നമുക്ക് പതിയെ കണ്ടറിയാം. അങ്ങനെ പകുതി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയി, പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. വണ്ടി പെട്ടെന്ന് നിന്നുപോയി. നമ്മുടെ ശ്രുതിയുടെ പെട്രോൾ അങ്ങ് തീർന്നു. ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ മേം ചെയ്യേണ്ടത്, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ, പെട്രോൾ തീർന്നെന്നാണ് തോന്നുന്നത്. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരിയെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയായിരുന്നു, അവൾ പെട്രോൾ തീർത്തിട്ടാണ് കൊണ്ടുവച്ചത്, അവൾ അടിച്ചില്ലെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. മേം ഒരു കാര്യം ചെയ്യ്, മേം ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ വണ്ടി ഉന്തിക്കൊണ്ട് പൊക്കോളാം. അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല മാം, എൻ്റെ അക്കൗണ്ടിലും പൈസ കിടപ്പില്ല, കയ്യിലും പൈസ ഇല്ല. സാരമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, മാം ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു വിഷമം. ചന്ദ്ര പറഞ്ഞു, അയ്യോ മോളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പെട്രോൾ അടിക്കാനുള്ള പൈസ ഞാൻ തരാം. മോൾ എനിക്കൊരു സഹായം ചെയ്തപ്പോൾ മോൾക്ക് ഞാനൊരു ചെറിയ സഹായമൊക്കെ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ഈ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് മോൾക്കിന്നാ എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ പെട്രോൾ അടിക്കാൻ ഒരു 10, 300 രൂപ, 400 രൂപ, 500 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഏതായാലും ഞാൻ എൻ്റെ കയ്യിൽ പൈസ ആവുന്ന അന്ന് അപ്പം തന്നെ ഞാൻ മേഡത്തിന് തരാം, മേഡത്തിൻ്റെ നമ്പർ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, പൈസ ഒന്നും വേണ്ട മോളെ, മോളൊരു കാര്യം ചെയ്യുക, ഈ പൈസ വെച്ചോ, മോളെന്നെ ഇവിടം വരെ കൊണ്ടാക്കിയില്ലേ, മോളൊരു വലിയ ഉപകാരമല്ലേ ചെയ്തത്. ഒരു പരിചയമില്ലാത്ത എന്നെ ഇവിടം വരെ സേഫായിട്ട് കൊണ്ടാക്കിയ മോളോട് ഞാൻ
ഈ സഹായമെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? അതുകൊണ്ട് മോളിത് പിടിക്കുക. അല്ല, മോളുടെ പേരെന്താ? എൻ്റെ പേര് ശ്രുതി. ശ്രുതി എന്നല്ലേ? നല്ല പേരൊക്കെയാണ് കേട്ടോ. ഏതായാലും മോളൊരു കാര്യം ചെയ്യുക, ഈ ഒരു പൈസയും കൊണ്ട് പെട്രോളൊക്കെ ഇനിയിപ്പം ബ്ലാക്കിന് വല്ലതും മേടിക്കുന്നുണ്ടെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ എവിടെയാണെന്ന് പമ്പെന്ന് വെച്ചാൽ മോള് പോയി അടിച്ചിട്ട് വീട്ടിൽ പൊക്കോ. ഈ പൈസ ഇനി തിരിച്ച് എനിക്ക് തരുമൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് മാറുകയാണ്. ഏതായാലും ഈ പറയുന്ന ശ്രുതി പച്ചക്കള്ളമാട്ടോ പറയുന്നത്. ശ്രുതിയുടെ ബൈക്കിന് ഒരു പ്രശ്നവും ഇല്ല, സ്കൂട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഒന്നാമത്തെ കാര്യം, അത് ശ്രുതിയുടെ സ്കൂട്ടി അല്ല, ശ്രുതിക്ക് സ്കൂട്ടി ഇല്ല, ശ്രുതിയുടെ കൂട്ടുകാരിയുടെ സ്കൂട്ടിയാണത്. അപ്പം ആരെയെങ്കിലുമൊക്കെ ഊറ്റിപ്പിഴിഞ്ഞ് ജീവിക്കുക എന്നതാണ് നമ്മുടെ ശ്രുതിയുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സീൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആരെയൊക്കെ ഊറ്റിപ്പിഴിയാമോ അവരെയൊക്കെ ഊറ്റിപ്പിഴിയുന്നുണ്ട്. നല്ല തന്ത്രം പഠിച്ചവൾ തന്നെയാണ് ശ്രുതി. അതുകൊണ്ടാണ് തന്ത്രപരമായി ആദ്യം പോലീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പം നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും, ആർക്കും 5 പൈസ കൊടുക്കാത്ത നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും വിദഗ്ധമായി ആ ഒരു ഒക്കെ നടത്തിയിട്ട് ആ ഒരു പൈസ മേടിക്കണമെങ്കിൽ എത്രത്തോളം എന്താ പറയുക, കുറുക്കൻ്റെ ബുദ്ധിയുള്ളവളായിരിക്കും നമ്മുടെ ശ്രുതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഊടായിപ്പിൻ്റെ ആശാത്തി എന്ന് വേണമെങ്കിൽ പറയാം, വെറും ഊടായിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ശ്രുതി. അപ്പോൾ ആ ഒരു സീന് അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാമയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീനാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പം ഭാമ അവിടെ നിൽക്കുമ്പോഴത്തേക്കും, അവിടെ ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. അത് വേറെ ഒന്നിനും അല്ല, കുറച്ച് അതായത് ഈ തെറാപ്പിസ്റ്റ് ആണല്ലോ നമ്മുടെ ഭാമ, ബ്യൂട്ടീഷ്യനും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മസാജൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാമേനെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. അതും ഭാമയുടെ സ്ഥിരം, അതായത് നമ്മുടെ ശ്രുതിയുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഈ ഭാമ എന്ന് പറയുന്നത് ആള്, അതായത് നമ്മുടെ ഭാമ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അങ്ങോട്ടേക്ക് വന്നതും നമ്മുടെ ഭാമ വളരെ നല്ല രീതിയിൽ തന്നെ, വാ കയറി വരൂ ശ്രുതി, ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു, ആകെ മൊത്തത്തിൽ ബോഡി പെയിനാ, നീ വന്ന് കഴിഞ്ഞ് തൊട്ടാൽ മാത്രമേ അത് മാറത്തുള്ളൂ, നീ അത്രയ്ക്ക് കൈപ്പുണ്യമുള്ളൊരു പെൺകുട്ടിയാണല്ലോ, അതെനിക്ക് നന്നായിട്ട് അറിയാം, നീ നന്നായിട്ട് മസാജൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് എനിക്കൊരു റിലീഫ് കിട്ടുന്നുണ്ട്, എല്ലാ വേദനയും പമ്പ കടന്ന് എന്തോ എനിക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മേം ഇങ്ങനെ വർത്താനം പറയാതെ, വാ മേഡം ഇവിടെ ഇരിക്കുക, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പതിയെ ആദ്യം പെടലിയൊക്കെ ഇങ്ങനെ തിരുമ്മി മസാജ് ചെയ്ത് പിന്നെ ആ ഒരു കഴുത്തിൻ്റെ ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, അതെ നീ അറിയില്ല, എനിക്ക് നീ വന്നു കഴിഞ്ഞ് നീ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എന്തോ ഒരു മന്ത്രം പോലെയാണ്, എൻ്റെ ദേഹത്തെ വേദനയൊക്കെ അങ്ങ് പോകും, നിന്റെ കയ്യിൽ എന്തോ വലിയ മന്ത്രം ഉണ്ടെന്ന് പറയുമ്പോൾ അത് മന്ത്രമൊന്നും അല്ല മാം, നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും, എനിക്ക് മനസ്സ് നിറയും, അതുപോലെ തന്നെ മേഡത്തിൻ്റെയും മനസ്സ് നിറയെന്ന് പറയുമ്പം, എങ്കിൽ നിന്റെ മനസ്സ് നിറയുന്ന വേറൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് വരും, ആ ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടുത്താം, ആ ഫ്രണ്ടാണെങ്കിൽ ചിലപ്പം നിന്റെ കസ്റ്റമറായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം, എന്താ ആ മാമിനും എന്താ വല്ല വേദനയോ പ്രശ്നങ്ങളോ നടുവേദനയോ പെടലി വേദനയോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി പതിയെ ഓരോ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ, അത് ശരിയാ, നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടെങ്കിലാണ് കൂടുതലും നമ്മുടെ ശരീരത്തിന് വേദന ഉണ്ടാവുകയും നമുക്ക് അസുഖം ഉണ്ടാകുകയും ക്ഷീണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ആ മാമിനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാമിന് ഞാൻ ചെയ്യുന്ന ആ ഒരു തെറാപ്പിക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ മാമിന് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഭാമ എണീറ്റ് പോകുന്നത്, ഇപ്പം വേണ്ട മാമി ഇവിടെ ഇരിക്കുക, മാമി ഇപ്പം ഇതൊക്കെ ചെയ്തിട്ടിരിക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ശ്രുതി ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആരാണ് നിൽക്കുന്നത്? നമ്മുടെ ചന്ദ്രനെ കണ്ട ഉടനെ, അയ്യോ മാം എന്നെ തേടി വന്നാണോ? ഞാൻ പൈസ മേടിച്ചിട്ടാണോ? എങ്കിൽ പിന്നെ നിൽക്ക് മാഡം, ഞാനിപ്പം പൈസ തരാം, എന്നെ തേടി വന്നതാണെങ്കിൽ. അതായത് നമ്മുടെ ഇവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശ്രുതി. അപ്പോൾ അതാണ് ശ്രുതി തെറ്റിദ്ധരിച്ചത്. അപ്പോൾ പറഞ്ഞു, അല്ലല്ല മോളെ, ഞാൻ അങ്ങനെ പൈസ മേടിക്കാനൊന്നും വന്നതല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ, ഞാൻ ഭാമേനെ കാണാൻ വന്നതാ, ഇതിപ്പം വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ, മോളെന്താ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം, അത് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നതാ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു തെറാപ്പിസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വന്നതാന്ന് പറയുമ്പം, മോളാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വരുന്നതാ, എന്നോട് ഭാമ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മോളെക്കുറിച്ച്, ഭാമയുടെ എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കുന്ന മോളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും അത് ശ്രുതി എന്നല്ല പേര്, ശ്രുതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും പെട്ടെന്ന് ഭാമ ഇതെന്താ നിങ്ങൾ തമ്മിൽ വല്ല പരിചയമുണ്ടോ, ഇതെന്താ നിങ്ങൾ തമ്മിൽ പരിചയമുള്ളത് പോലെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് വേറെ ഒന്നുമല്ല എൻ്റെ ഭാമയെ, ഞാൻ വഴിയിൽ വെച്ച് ഈ കുട്ടീനെ കണ്ടായിരുന്നേ. ഈ കുട്ടിയാണ് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ കൊണ്ടാക്കിയത്. ഓട്ടോക്കാരുമായിട്ട് ഞാൻ മുടിഞ്ഞ അടിയായി അവന്മാർക്ക് 250 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവിടം വരെ വരുന്നതൊക്കെ അതൊക്കെ നടക്കുവോ? അതൊന്നും ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം പൈസ ഒരിക്കലും ഞാൻ കളഞ്ഞു കുളിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാമ, എടി നീ അവിടെ നിൽക്കാതെ നീ കയറി വന്നിട്ട് സംസാരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി. ഇവളാണ് എൻ്റെ മസാജുകളൊക്കെ ചെയ്യുന്നതും എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവള് തന്നെയാണ് നടത്തി തരുന്നത്. ഇവള് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സുഖമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കും, ദേഹത്ത് വേദനയൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര അതിശയത്തോടു കൂടി ചോദിക്കണം. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, മേമിന് വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു തരാം. ഞാൻ വെറുതെ മേമിന് ഇപ്പൊ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് തരാന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട മോളെ, എനിക്കത് വേണ്ട, അയ്യോ പൈസയൊന്നും ഞാൻ മേടിക്കില്ല കേട്ടോ, മേമിന് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ പെടലിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് മൃദുവായിട്ട് പിടിച്ച് ആ ഒരു മസാജൊക്കെ ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ ചന്ദ്രയും ഏതോ ലോകത്തേക്ക് പോവുകയാണ്. ഏതായാലും ചന്ദ്രയ്ക്ക് അങ്ങ് ശ്രുതിനെ അങ്ങ് വല്ലാണ്ട് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏതായാലും ശ്രുതിനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് പോയി ചന്ദ്രയ്ക്ക്. അങ്ങനെ ഭാമയോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ നല്ലൊരു പെൺകുട്ടി തന്നെയാണല്ലോ, ഏതായാലും നല്ല കൈപ്പുണ്യമുണ്ട്, എന്താണെന്നറിയില്ല, നമ്മുടെ പെടലിയിലൊക്കെ പിടിച്ചപ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖം തോന്നി എനിക്ക്. കാരണം അത്രയ്ക്ക് മാത്രം വേദനയൊക്കെ കുറഞ്ഞതുപോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആ കുട്ടിയുടെ നമ്പർ തരാം, നിനക്ക് ഇങ്ങനെയൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം ഇപ്പം അതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഭാമ ചോദിച്ചു, അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എന്തിനാണ് കള്ളം പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയത്? എന്തിനാണ്? നീ ആരെ കാണാനാ പോയത്? നീ സത്യം പറ, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞ് നീ ആർക്കാ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഭാമ, നീ സത്യം പറ ചന്ദ്ര, നീ എന്താ കള്ളക്കളി നടത്തുന്നത്? ഇനിയിപ്പം അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയാം. ഞാൻ പോകുന്നത് വേറെ ആരുടെ അടുത്തേക്കല്ല, സുധിയുടെ അടുത്തേക്കാണ്. സുധിയുടെ അടുത്തേക്കോ? സുധിയുടെ അടുത്തേക്ക് എന്തിനാ പോകുന്നത്? അത് പിന്നെ സുധിയുടെ അടുത്തേക്ക് എന്തിനു പോകാനാ ഞാൻ? അല്ല നീ സുധീനെ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. അവൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാ ഭാമേ, ഞാൻ എങ്ങനെ അത് നിന്നോട് പറയുക? നീ എന്നോട് പറഞ്ഞില്ലേ ആ പെൺകുട്ടി സുധീനെ ചതിച്ചു കാണുമെന്ന്? സത്യത്തിൽ അതുപോലെ തന്നെയാണ് നടന്നത്. ആ പെൺകുട്ടി സുധീനെ ചതിച്ചു. അവളൊരു ദുഷ്ട സ്ത്രീ ആയിരുന്നു. എൻ്റെ മോനെ പറ്റിച്ച് 50 ലക്ഷം രൂപ അവൾ കൊണ്ടുപോയി. പാവം എൻ്റെ മോന് ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുക. ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഇതുവരെ ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. നിൻ്റെ അടുത്ത് വരിക എന്നും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. 2 ദിവസമായി ഞാൻ ഈ കളി തുടങ്ങിയിട്ട്. പക്ഷേ നീ എന്തെങ്കിലും രേവതിയോട് പറഞ്ഞോ? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തോ മനസ്സിലായി കള്ളക്കളി ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ചന്ദ്രൻ ഞാൻ പറയാതിരുന്നത്. ഏതായാലും നീ സൂക്ഷിച്ചോ, വീട്ടിൽ പറയാത്തത് നന്നായി എന്ന് പറഞ്ഞപ്പം എനിക്ക് ഇനിയിപ്പോൾ അവനൊരു ജോലി നേടിക്കൊടുക്കണം, അത് കഴിഞ്ഞൊരു പെൺകുട്ടിയായിട്ട് വിവാഹം കഴിക്കണം, എന്നിട്ടേ ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളൂ. അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അവനെ എല്ലാവരും കൂടെ എടുത്തിട്ട് കുത്തും. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. അറിയാലോ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മോനാ. എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവനിൽ. ഇനിയും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഇനിയും അവനിൽ തന്നെ എനിക്ക് പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഭാമയും പറയാ, സാരമില്ല പോട്ടടി, ഒരു കാര്യം ചെയ്യാം, നീ പതുക്കെ വിവാഹമൊക്കെ ആലോചിക്കുക. നീ ഒരു കാര്യം ചെയ്യണം, നീ വിവാഹം ആലോചിക്കേണ്ട, നീ അവൻ്റെ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുക, ഞാൻ വിവാഹം ആലോചിച്ചോളാം, നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ ആരെയാ കാണിക്കുന്നത്? രേവതിനെ. അപ്പം രേവതി ആണെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് ഇവരുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചീനെ കാണുകയാണ്. ആരുടെ? നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിനടുത്ത്, രേവതിയുടെ അമ്മയുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചീനെ കണ്ടപ്പോഴത്തേക്കും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇടയ്ക്ക് അവർ വീട് മാറുന്ന കാര്യം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വീട് മാറുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ചേച്ചി പറയുന്നത്? അവർ വീട് മാറുകയാണെന്നോ? അത് പിന്നെ മോൾ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഒന്നുമില്ല മോളെ, കുഴപ്പമൊന്നുമില്ല. അല്ല ചേച്ചി എന്തോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ? ഞാനൊന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. മോളൊരു കാര്യം ചെയ്യും, മോള് വീട്ടിലേക്ക് ചെല്ല്, അമ്മേനെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതിക്ക് കാര്യം പിടികിട്ടി, എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു വലിയ ബോർഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. ആര്? നമ്മുടെ
രേവതി ഹോട്ടലെന്നും പറഞ്ഞ് അങ്ങനെ ബോർഡ് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം അത് വിറ്റത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു ബോർഡ് എഴുതി വെക്കുന്നത്, അതായത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഓടിപ്പിടച്ച് ചെല്ലുകയാണ് ഓണറിൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണുപിള്ളയാണെങ്കിൽ നിന്നോട് ആരടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ, നീ നിൻ്റെ കെട്ടിയവനെ കൊണ്ടുവന്ന് എൻ്റെ കെട്ടിയവനെ തല്ലിച്ചില്ലേ, അങ്ങനെ ഇങ്ങനെയല്ലേ, മറിച്ചതല്ലേ മറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ രേവതി കാല് പിടിച്ച് പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ അനിയനെ അനിയത്തിനെ അവിടെ നിന്ന് ഇറക്കി വിടരുത്, എൻ്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാപ്പ് ഞാൻ ചോദിച്ചോളാം, പ്ലീസ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് പറയുക. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ പുള്ളിക്കാരി അതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ രേവതി പിന്നെ നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്ക് ചെന്ന് അമ്മയോട് സംസാരിക്കുന്നു. അമ്മ ലാസ്റ്റ് പറയുകയാണ് ഇറങ്ങിപ്പോയേ പറ്റൂ, അവർ പറഞ്ഞില്ലേ മോളെ, പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം തീരാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇപ്പം തന്നെ കൂടി പോയിന്ന് തോന്നുന്നു, ഇനി ഈ ഭാഗം വരെ എത്തുമെന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അടിപൊളി വിശേഷത്തിനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് ഒറിജിനൽ വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വൈകിട്ടും കാണാതിരിക്കരുത്, കാണുക. അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇടുമ്പോൾ കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കൂടെ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡ്, അതിനകത്ത് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, നമ്മുടെ കല്യാണിയുടെയും കിരണിൻ്റെയും കഥ, ഗൗതമിൻ്റെയും പിങ്കിയുടെയും കഥയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളതൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സഹായിക്കുക. നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.